ഹലോ ഗൈസ്, ഇന്നത്തെ നമ്മുടെ വീഡിയോ ഒരു ഹൊറിബിൾ ഫ്ലൈറ്റ് ജേണി എക്സ്പീരിയൻസ് ആണ്. റീസെൻ്റ്ലി നമ്മളൊന്ന് നാട്ടിൽ പോയിരുന്നു, സ്റ്റോക്ക്ഹോം ടു കൊച്ചി. എൻ്റെ പൊന്നെ ഓർക്കാൻ വയ്യ. സാധാരണ ഒരു ഫ്ലൈറ്റ് ജേണി എങ്ങനെയാണ് നമുക്കൊരു വേഴ്സ്റ്റ് എക്സ്പീരിയൻസ് ഉണ്ടാവുക? നമുക്ക് ക്യാൻസലേഷൻസ് വരും, ഡിലേസ് വരും, ബാഗേജ് മിസ്സിങ് വരും, പുവർ കസ്റ്റമർ സർവീസ് വരും. ഇതെല്ലാം അടങ്ങിയ ഒരു ഫാമിലി പാക്കേജ് ആയിരുന്നു ഞങ്ങളുടെ ഇപ്രാവശ്യത്തെ ട്രിപ്പ്. ജൂൺ 24 ഖത്തർ എയർവേസിലാണ് നമ്മൾ ഫ്ലൈ ചെയ്തത്. അതിൻ്റെ തലേന്ന് ഖത്തർ എയർപോർട്ട് ഈ മിസൈൽ ആക്രമണമായിട്ട് ടെമ്പററി ആയിട്ട് ക്ലോസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അത് കാരണം തന്നെ ഡിലേസ് വരുന്നത് നമുക്ക് ഓൾമോസ്റ്റ് അറിയായിരുന്നു. പക്ഷേ ഇത്രയ്ക്കും നേരം ഡിലേ വരുന്നത് നമ്മൾ വിചാരിച്ചില്ലായിരുന്നു. സ്റ്റോക്ക്ഹോമിൽ നിന്ന് നമ്മുടെ ഫ്ലൈറ്റ് സ്റ്റാർട്ട് ചെയ്യേണ്ടത് ആഫ്റ്റർനൂൺ ഒരു 3:40 ആയിരുന്നു. അപ്പോൾ നമ്മൾ 3 hours മുന്നേ എയർപോർട്ടിൽ എത്തിയിരുന്നു. എത്തിക്കഴിഞ്ഞ ശേഷമാണ് മനസ്സിലായത് അന്ന് നൈറ്റ് 8:30 നമ്മുടെ ഫ്ലൈറ്റ് എന്ന്. അപ്പോൾ അതിന് മുന്നേ നമുക്ക് ഇൻഫോർമേഷൻ ഒന്നും കിട്ടിയില്ല. എയർപോർട്ടിൽ എത്തിയ ശേഷമാണ് കിട്ടിയത്. അപ്പം തൊട്ട് നമ്മുടെ ഡിലേസ് സ്റ്റാർട്ട് ചെയ്തു, സ്റ്റോക്ക്ഹോമിനെ സ്റ്റാർട്ട് ചെയ്തു. ആക്ച്വലി ആ ഡിലേ നമ്മൾ അത്ര എഫക്റ്റ് ചെയ്തില്ല. കാരണം നമ്മൾ ബാഗ് ചെക്ക് ഇൻ ചെയ്ത ശേഷം നമ്മുടെ ഒരു ഫ്രണ്ടിൻ്റെ വീട് എയർപോർട്ടിനടുത്തുണ്ടായിരുന്നു. നമ്മൾ അവിടെ പോയിരുന്നു. അത് കാരണം പിന്നെ ഫ്ലൈറ്റിൻ്റെ ടൈം ആയപ്പോഴാണ് നമ്മൾ തിരിച്ചു വന്നത്. അത് കാരണം നമുക്ക് അത്രയ്ക്കും അവിടെ ഒരു ടൈം മാനേജ് ചെയ്യാൻ പറ്റിയിരുന്നു. നെയ്ത്തുവിൻ്റെ ഫസ്റ്റ് ഫ്ലൈറ്റാണ്. അവൻ ആദ്യമായിട്ട് ഇന്ത്യയിൽ പോവാണ്. നമ്മൾ ഖത്തർ എയർവേസ് സെലക്ട് ചെയ്ത് തന്നെ അധികം ലേ ഓവറൊന്നും ഇല്ലാണ്ട് ഡയറക്റ്റ് നാട്ടിലെത്താലോ എന്ന് വിചാരിച്ചിട്ടാണ്. പക്ഷേ ഇപ്രാവശ്യം നമ്മൾക്ക് ഒന്നും സ്മൂത്ത് അല്ലായിരുന്നു. 8:30 നമ്മുടെ ഫ്ലൈറ്റ് ടേക്ക് ഓഫ് ചെയ്തു. ഡിലേ ഇല്ലായിരുന്നെങ്കിൽ നമ്മൾ ദോഹയിൽ 1:30 ആകുമ്പോൾ എത്തേണ്ടതായിരുന്നു. ഇനി 4 o'clock കഴിഞ്ഞിട്ടാണ് എത്തുക. അപ്പോൾ നമ്മുടെ നെക്സ്റ്റ് ഫ്ലൈറ്റ് നമുക്ക് ദോഹ ടു കൊച്ചി ഫ്ലൈറ്റിങ് എന്തായാലും മിസ്സാവും. അവിടെ 2 hours നമ്മുടെ ലേ ഓവർ ഉണ്ടായിരുന്നുള്ളൂ. പിന്നെ ഇപ്പം നൈറ്റ് ആയ കാരണം നീത്തു നന്നായി കിടന്ന് ഉറങ്ങി. നമ്മളവന് ബേസ് നെറ്റൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവൻ അതിൽ കിടന്ന് നല്ല കംഫർട്ടബിളായിട്ട് ഉറങ്ങി. 4 o'clock നമ്മൾ ഖത്തറിൽ ലാൻഡ് ചെയ്തത്. അവിടെയും സൺറൈസ് ഇപ്പോൾ നേരത്തെയാന്ന് തോന്നുന്നു, 4 o'clock ആയിട്ടുള്ളൂ. നമ്മുടെ കണക്ഷൻ ഫ്ലൈറ്റ് ദോഹ ടു കൊച്ചി കണക്ഷൻ ഫ്ലൈറ്റ് 1:30 ആയിരുന്നു. അപ്പോൾ നമുക്കത് ഓൾറെഡി മിസ്സായി. ഇനി നെക്സ്റ്റ് നമ്മുടെ ഫ്ലൈറ്റ് ഏതാ നമുക്ക് അറിഞ്ഞുകൂടാ. ഇനി അവിടെ ചെന്നിട്ട് മാത്രമേ അറിയുള്ളൂ. അപ്പോൾ നമ്മൾ എയർപോർട്ടിലേക്ക് പോകണേ ഉള്ളൂ. ആക്ച്വലി ഇങ്ങനെ ബസ്സിൽ പോകുമ്പോഴാണ് ആ എയർപോർട്ടിൻ്റെ ഒരു അത് എത്രയും വലിയ എയർപോർട്ടാണ് നമുക്ക് മനസ്സിലാവുക. ഈ എസ്കലേറ്റർ കയറി അങ്ങോട്ട് ചെന്നതേ ഓർമ്മയുള്ളൂ. ഞങ്ങളുടെ ഫ്ലൈറ്റ് ജേണിയുടെ ആ ഹൊറിബിൾ എക്സ്പീരിയൻസ് ഇവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്യാണ്. നെക്സ്റ്റ് ഡിലേസ് ഇവിടെ സ്റ്റാർട്ട് ചെയ്യാണ്. ഇത് ട്രാൻസ്ഫർ സെക്ഷനാണ്. ഇപ്പോൾ ഡിഫറെൻറ്റ് കൺട്രീസിൽ നിന്ന് വരുന്നവർ ഇവിടെ നിന്നാണ് ഇനി ഫ്ലൈറ്റ് നമ്മൾ ട്രാൻസ്ഫർ ചെയ്യുമല്ലോ അടുത്ത ഫ്ലൈറ്റിലേക്ക്. അത് ഡിലേ ആയിട്ട് മിസ്സായിട്ട് ഏത് ഫ്ലൈറ്റാണ് ഇനി നെക്സ്റ്റ് നമ്മൾക്ക് അലോട്ട് ചെയ്ത് തരണേന്ന് അറിയാൻ വേണ്ടിയുള്ളൊരു ക്യൂ ആണ്. പണ്ട് ഞാൻ ഇങ്ങനത്തെ സീനില്ലേ, ഇങ്ങനെ നമ്മൾ എവിടെയാണോ സ്ഥലം കിട്ടുന്നത് അവിടെ ഇങ്ങനെ കിടന്ന് ഇരുന്നൊക്കെ ന്യൂസ് പേപ്പറിലും ടി വിയിലേ കണ്ടിട്ടുള്ളൂ. നമുക്കിത് എക്സ്പീരിയൻസ് ആണ്. ഫുൾ അവിടെ ആൾക്കാർ കിടക്കുകയാണ്. കാരണം മണിക്കൂറോളമാണ് ഇനി ഡിലേ വരുന്നത്. നിരന്ന് കിടക്കുകയാണ്. ഡിഫറെൻറ്റ് കൺട്രീസിലുള്ള ആൾക്കാർ, കുറേ മലയാളികളെയും കണ്ടു. അവിടെ എല്ലാവരും നിരന്ന് കിടക്കുകയാണ്. ബിജോയേട്ടൻ ഇവിടെ ഒരു ക്യൂവിൽ ഇവിടെ നിൽക്കുന്നുണ്ട്. ആ ക്യൂവിൽ 5 hours കണ്ടിന്യൂസ് ആയിട്ട് നിന്നത്. നെക്സ്റ്റ് ഏത് ഫ്ലൈറ്റാണ് നമുക്ക് അലോക്കേറ്റ് ചെയ്ത് തരണേന്ന് അറിയാൻ വേണ്ടിയിട്ട് 5 hours. ട്രാൻസ്ഫർ സെക്ഷനിൽ ഭയങ്കര റഷായ കാരണം ഞാൻ നേതുവിനെ ഉറക്കാൻ വേണ്ടിയിട്ട് ഈ എയർപോർട്ടിൻ്റെ വേറൊരു സെക്ഷനിൽ വന്നിരിക്കുകയാണ്. ഇവിടെ അധികം ആൾക്കാരൊന്നുമില്ല. നമ്മൾ കണ്ടിന്യൂസ് 5 hours അല്ലേ അവിടെ ഇരുന്നത്. അപ്പോൾ ഇങ്ങനെ എയർപോർട്ടിൻ്റെ പല ഭാഗങ്ങളിലേക്കും നമ്മൾ സഞ്ചരിക്കുകയാണ്. പിന്നെ നമുക്ക് 5 hours ക്യൂവിൽ നിന്ന ശേഷം നമ്മുടെ ഫ്ലൈറ്റ് അന്ന് നൈറ്റ് 8:30 ആണെന്ന് ഒരു ഫ്ലൈറ്റ് കിട്ടി. അത് മുംബൈയിലേക്കാണ് കിട്ടിയത്, ദോഹ ടു മുംബൈ. അപ്പോൾ അവർ നമുക്ക് ഫുഡ് വൗച്ചറൊക്കെ തന്നിട്ടുണ്ടായിരുന്നു. അവിടെ എയർപോർട്ടിൻ്റെ ഫുഡ് കോർട്ടിൽ നിന്ന് നമുക്ക് ഫുഡ് കഴിക്കാനുള്ള ഫുഡ് വൗച്ചർ തന്നിട്ടുണ്ടായിരുന്നു. പിന്നെ എയർലൈൻസ് നമുക്ക് അക്കോമഡേഷൻ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. നമ്മൾ അന്ന് 4 o'clock ദോഹയിൽ ലാൻഡ് ചെയ്തത്. ഇനി അന്ന് നൈറ്റ് 8:30 നമ്മുടെ മുംബൈയിലേക്കുള്ള ഫ്ലൈറ്റ്. പിന്നെ ഈ പറഞ്ഞ പോലെ കുറേ നേരം അവിടെ ക്യൂവിലൊക്കെ നിന്ന് നമ്മൾ ആകെ ടയേർഡായിട്ടുണ്ടായിരുന്നു. നമുക്ക് കിട്ടിയ അക്കോമഡേഷൻ എയർപോർട്ടിന് ഔട്ട് സൈഡായിരുന്നു. അപ്പോൾ അവരുടെ ഒരു വാൻ വന്ന് എല്ലാവരെയും കളക്ട് ചെയ്തിട്ടാണ് ഹോട്ടലിലേക്ക് പോയത്. അപ്പോൾ ഇത് ഖത്തറാണ്. നമ്മൾ ഫസ്റ്റ് എൻട്രി ചെയ്യണ ഒരു മിഡിൽ ഈസ്റ്റ് കൺട്രി ഖത്തറായിരുന്നു. അപ്പോൾ ഖത്തറിലെ അധികം വ്യൂ ഒന്നും നമ്മൾ കണ്ടില്ല. ജസ്റ്റ് ആ എയർപോർട്ട് ടു ഹോട്ടൽ അത്രേ കണ്ടുള്ളൂ, ഒരു 1/2 hour. പക്ഷേ അത് സ്വീഡനേക്കാളും ഇന്ത്യയേക്കാളും ഒക്കെ ഡിഫറെൻ്റ് ആയിട്ടുള്ളൊരു വ്യൂ ആയിരുന്നു.
പിന്നെ നമ്മുടെ പോലെ തന്നെ പല കൺട്രീസിലുള്ളവർക്കും ഈ അക്കോമഡേഷൻ നമ്മൾ ഈ സെയിം ഹോട്ടലിൽ തന്നെ ഉണ്ടായിരുന്നു. തുല്യ ദുഃഖിതരായ എല്ലാവരും ഒരു കുടക്കീഴിൽ, അതായിരുന്നു. പിന്നെ ഹോട്ടലിൽ നിന്ന് നമുക്ക് ലഞ്ച് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ ഒരു 5 hours നമ്മളവിടെ ഉണ്ടായിരുന്നുള്ളൂ. ഒരു 5 minutes ഔട്ട് സൈഡ് നിന്നുള്ളൂ. എൻ്റെ പൊന്നേ, എന്തൊരു ചൂടായിരുന്നു അറിയോ! ചൂട് കാറ്റായിരുന്നു ഇങ്ങനെ ഫേസിലേക്ക് അടിക്കുന്നുണ്ടായിരുന്നത്. നമ്മളൊരു 5:30 ആയപ്പോഴേക്കും ദോഹ എയർപോർട്ടിലേക്ക് ഹോട്ടലിൽ നിന്ന് വന്നു. ഇനി നമുക്ക് 8:30 നമുക്ക് മുംബൈയിലേക്കുള്ള ഫ്ലൈറ്റ്. ഞാനിങ്ങനെ പറയുമ്പോൾ ഈ കാര്യങ്ങളൊക്കെ പെട്ടെന്ന് നടന്ന പോലെ നമുക്ക് ഫീൽ ചെയ്യും. പക്ഷേ അത്രയ്ക്ക് ഈസി അല്ലായിരുന്നു. നമുക്ക് ഒന്നാമത് 2 കുട്ടികളും കൂടി ഉണ്ടല്ലോ നമ്മുടെ കൂടെ. 24th മോർണിംഗ് ഒരു 11:30 നമ്മൾ സ്റ്റോക്ക്ഹോം എയർപോർട്ടിലേക്ക് നമ്മുടെ വീട്ടിൽ നിന്ന് പോയത്. നെക്സ്റ്റ് ഡേ 25th 9 o'clock കൊച്ചി എയർപോർട്ടിൽ നമ്മൾ ലാൻഡ് ചെയ്യണമായിരുന്നു. അത്രയ്ക്കും സ്മൂത്തായിട്ട് നടക്കേണ്ട ഒരു പ്രോസസ്സായിരുന്നു. ബട്ട് ഇത് 25th ഈവനിങ് 5:30 ആയിട്ടും നമ്മൾ ദോഹ എയർപോർട്ടിൽ തന്നെയാണ്. ഈ 8:30 നമ്മുടെ ഫ്ലൈറ്റ്. അതും മുംബൈയിലേക്കാണ് ഫ്ലൈറ്റ്. ഇനി മുംബൈയിലേക്കുള്ള ഫ്ലൈറ്റ് നമ്മൾ മുംബൈയിൽ ഒരു 12 o'clock ആകുമ്പോൾ എത്തും. അന്ന് ഇനി മോർണിംഗ് 7 o'clock ഇനി നമുക്ക് കൊച്ചിയിലേക്കുള്ള ഫ്ലൈറ്റ്. അത് ഡൊമസ്റ്റിക് ഫ്ലൈറ്റ് ആയ കാരണം നമ്മൾ ലഗേജ് എടുക്കണം, എന്നിട്ട് വീണ്ടും ചെക്ക് ഇൻ ചെയ്യണം. അങ്ങനത്തെ ഒരു പ്രോസസ്സും കൂടി നമ്മൾക്ക് ഉണ്ട്. ഇപ്പം നമ്മൾ മുംബൈ എയർപോർട്ടിലെത്തി. നമ്മുടെ ഈ ഫ്ലൈറ്റ് ജേർണിയുടെ അടുത്ത ഒരു ഹൊറിബിൾ സിറ്റുവേഷൻ ഇവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്യാണ്. ആക്ച്വലി ഇതിന് പറ്റിയ ഒരു വീഡിയോസ് എൻ്റെ ഇല്ല. വീഡിയോസ് എന്തെങ്കിലും എടുക്കാനുള്ള ഒരു എനർജി എനിക്കില്ലായിരുന്നു. അത് കാരണം കുറച്ച് ഫോട്ടോസ് മാത്രമേ ഉള്ളൂ. നമുക്ക് 7 o'clock ഇനി എയർ ഇന്ത്യയിൽ കൊച്ചിയിലേക്കുള്ള ടിക്കറ്റ്. ബട്ട് നമ്മളവിടെ ചെന്നപ്പോൾ നമുക്ക് അങ്ങനെ ഒരു ടിക്കറ്റ് ഖത്തർ എയർവേസ് എടുത്തിട്ടില്ല എന്നാണ് പറഞ്ഞത്. നമുക്ക് ടിക്കറ്റ് ഇല്ല, നമ്മുടെ ടിക്കറ്റ് ക്യാൻസലായി പോയെന്ന്. ഇനി നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് നമുക്ക് അറിയണ്ടായിരുന്നില്ല. നമ്മൾ സ്റ്റോക്ക്ഹോമിൽ നിന്ന് കൊച്ചിയിലേക്ക് ഡയറക്റ്റ് ടിക്കറ്റ് എടുത്തതാണ്. ഇപ്പോൾ മുംബൈയിൽ എത്തിയിട്ട് നമുക്കിനി ടിക്കറ്റും ഇല്ല. അത് കഴിഞ്ഞ് നെക്സ്റ്റ് 9 o'clock ഫ്ലൈറ്റ് ഉണ്ട്, അതിന് സീറ്റില്ല. പിന്നെ നമ്മൾ ഖത്തർ എയർവേസായിട്ട് കണക്ട് ചെയ്യാൻ നോക്കിയിട്ട് കണക്ട് ആയിട്ടുണ്ടായിരുന്നില്ല. പിന്നെ 2 o'clock നമ്മൾ വീണ്ടും നമ്മൾ തന്നെ പോയി ടിക്കറ്റ് എടുത്ത് നമ്മൾ ട്രാവൽ ചെയ്യാണ് ചെയ്തത്. ഇങ്ങനെ കുറേ എയർപോർട്ട് മാറി കയറി കാരണം നമ്മുടെ 2 പെട്ടി വന്നിട്ടും ഇല്ലായിരുന്നു. അത് ദോഹ എയർപോർട്ടിൽ സ്റ്റക്കായി കിടക്കായിരുന്നു. നമ്മൾ മുംബൈയിൽ അത് ചെന്നപ്പോൾ ഇല്ലായിരുന്നു. അങ്ങനെ 2 o'clock ഫ്ലൈറ്റിന് നമ്മൾ കൊച്ചിയിലേക്ക് ട്രാവൽ ചെയ്തു. 4 o'clock ആയപ്പോഴേക്കും നമ്മൾ കൊച്ചിയിൽ ലാൻഡ് ചെയ്തു. 24th സ്റ്റാർട്ട് ചെയ്ത നമ്മുടെ ജേണി 26th സക്സസ്ഫുള്ളായിട്ട് നമ്മൾ ഫിനിഷ് ചെയ്തു. പിന്നെ ഇത്രയൊക്കെ ബുദ്ധിമുട്ടുണ്ടായാലും നമ്മൾ വരുന്നത് നമ്മൾ കാത്തിരിക്കുന്ന ഇവരുടെ അടുത്തേക്കാവുമ്പോൾ പിന്നെ അതൊന്നും ഒരു പ്രശ്നമല്ലായിരുന്നു.